ഭാരതത്തിലെ തന്നെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു കൊലപാതക കുറ്റത്തിന് ഒരാൾ കൊല്ലപ്പെട്ട ഒരു കുറ്റകൃത്യത്തിന് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ 15 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിട്ടുള്ള സ്വാതന്ത്ര്യാനന്തര നീതിന്യായ ചരിത്രത്തിലെ ആദ്യത്തെ കേസാണോ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്ഷൻ വരുത്താം. പക്ഷേ എങ്കിലും എൻ്റെ അറിവിൽ ഇത് ആദ്യത്തെ സംഭവം തന്നെയാണ്. കേസിൽ 1 മുതൽ 9 വരെയുള്ള പ്രതികൾക്ക് 1 മുതൽ 9 വരെയും 11 മുതൽ 15 വരെയുള്ള പ്രതികൾക്കും 143 IPC വകുപ്പ് പ്രകാരം 6 മാസം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതേ 1 മുതൽ 9 വരെയും 11 മുതൽ 12 വരെയുള്ള പ്രതികൾക്കും 147 വകുപ്പ് പ്രകാരം 2 വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 1 മുതൽ അതേ പ്രതികൾക്ക് തന്നെ 148 IPC വകുപ്പ് പ്രകാരം 3 വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 1 മുതൽ 8 വരെ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും കോടതി വിധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല പല കൗണ്ടുകളിലായി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള കുറ്റപത്രത്തിൽ ആരോപിച്ചിട്ടുള്ള എല്ലാ വകുപ്പുകൾ പ്രകാരവും പ്രതികൾക്ക് തടവ് ശിക്ഷയും അതേപോലെ തന്നെ ഫൈൻ എമൗണ്ടുകളും വിധിച്ചിട്ടുണ്ട്. ഇപ്രകാരം ലഭിക്കുന്ന ഫൈൻ എമൗണ്ടുകളിൽ 6 ലക്ഷം രൂപ രഞ്ജിത്ത് ശ്രീനിവാസന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും 2 കുട്ടികൾക്കുമായി നൽകണമെന്നും കോടതി വിധിച്ചിട്ടുണ്ട്. തീർച്ചയായും പ്രോസിക്യൂഷന് അഭിമാനകരമായ ഒരു വിധിയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഈ കണ്ട കാലം മൊത്തം പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ള കേസിൽ ഈ പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുള്ള തെളിവുകളെല്ലാം കോടതി സ്വീകരിച്ചു. അതുകൂടാതെ അപൂർവങ്ങളിൽ അപൂർവമായ കേസിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഈ കൊലക്കേസ് എന്നുള്ള പ്രോസിക്യൂഷൻ്റെ വാദവും കോടതി പൂർണ്ണമായും സ്വീകരിച്ചിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ പ്രതികളെയും മരണം വരെ തൂക്കിലേറ്റാൻ കോടതി വിധിച്ചിട്ടുണ്ട്.